നാല് റൂളാണ്. ദ ജനറൽ ബോഡി ഇസ് ദ സുപ്രീം അതോറിറ്റി ഇൻ മോസ്റ്റ് സൊസൈറ്റീസ്. അതായത് ഇത് ട്രാവൻകൂർ കൊച്ചി സൊസൈറ്റി ആക്ടിൽ പറയുന്നതാണ്. അത് ദേ ക്യാൻ ആക്സെപ്റ്റ് ദ റെസിഗ്നേഷൻസ്, അപ്പോയിന്റ് an interim or ad hoc committee, appoint nominate an administrator or returning officer, or conduct fresh elections within a specified period according to the bylaws. ഇത്രയും അധികാരം ഉണ്ട് അപെക്സ് ബോഡിയായ ജനറൽ ബോഡിക്ക്. അവരുടെ മുമ്പിലാണ് രാജിവെച്ചത്. അവരുടെ കൂടെയുള്ള സമിതി ഞങ്ങൾ രാജിവെക്കുന്നില്ല എന്ന് പറയുകയൊന്നും ചെയ്തില്ല. ശ്വേത മേനോൻ എന്ന വ്യക്തി തിരിച്ചു വരുന്നു എന്ന് അറിഞ്ഞ നിമിഷം ജോയ് മാത്യു അടക്കം രാജിവെച്ചിട്ട് പോയി. അല്ല ആയിക്കോട്ടെ, പക്ഷെ രാജുസീതിനാണ് കണക്ക് കാണിക്കാൻ പറയുന്നുള്ള ഭയത്തിലല്ലേ. എവിടെ പോയി ജോയ് മാത്യു എന്ന നട്ടലുള്ള പുരുഷൻ? എന്തിനാണ് ശ്വേത തിരിച്ചു വരുന്നത് ഇറങ്ങി പോയത്? രാജിവെക്കാതെ നിന്ന് ശ്വേതയുടെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞ് നിൽക്കാത്ത നെഞ്ചിരിച്ച് എവിടെ പോയി? അതും പറയുന്നുണ്ട്. കുത്തടിച്ചതാരാണ്? ഇദ്ദേഹം പറയുന്നത് ആകെ ജനറൽ അവിടെ ഒരു പാർട്ടി നടത്തിയതാണ് കുറ്റം. പാർട്ടി നടത്തിയത് കുറ്റമാണ്. ആര് പറഞ്ഞു ഇവരോട് പാർട്ടി നടത്താൻ? നമ്മൾ ആരുടെയും സൈഡല്ല പറയുന്നത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, ഞാനിവിടെ ന്യൂനപക്ഷമായി പോയി, എനിക്കൊന്നും പറ്റിയില്ല, അതൊക്കെ എന്ത് ന്യായമാണെന്ന്. കുക്കു പരമേശ്വരൻ വൈസ് ചെയർമാൻ ആകുന്നതിന് മുമ്പ് അമ്മയിലെ അംഗമായ പ്രേംകുമാറും ചെയർമാനായും വൈസ് ചെയർമാനായും ചലച്ചിത്ര അക്കാദമിയിൽ ഇരുന്നിട്ടുണ്ട്. എന്നിട്ടൊന്നും അദ്ദേഹം ഇതൊന്നും ചെയ്തിട്ടില്ല. അവരെന്തോ ന്യായീകരിച്ചു. അവിടെ എന്തൊക്കെയോ എന്തോ ഫെസ്റ്റിവലിന് ഇങ്ങനെ ഒരു ഡിന്നർ കൊടുത്തു കഴിഞ്ഞാൽ മലയാള സിനിമയ്ക്ക് എന്തൊക്കെയോ കിട്ടും എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫെഫ്ക എല്ലാ സംഘടനയും ചെയ്യണ്ടേ? തൽക്കാലം ഇതിനകത്ത് പരിഹാരം ഇത് റിസീവർ ഭരണത്തിലേക്ക് പോകുമെന്നൊക്കെ ഭീഷണി മുടക്കിക്കൊണ്ട് ചില യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ ഇത് മുടങ്ങരുത്. എത്രയും പെട്ടെന്ന് ചെറുപ്പക്കാരായ കുട്ടികൾ, ധ്യാൻ ശ്രീനിവാസന്റെ ഒക്കെ നേതൃത്വത്തിൽ ചെറുപ്പക്കാരായ കുട്ടികൾ ഇലക്ഷന് നിൽക്കണം, അവര് വരണം. ശ്രീ മോഹൻലാൽ, ശ്രീ മമ്മൂട്ടി, ശ്രീ സുരേഷ് ഗോപി എന്നിവർ അവരുടെ രക്ഷാധികാരികളായി ഇരുന്നുകൊണ്ട് ഈ സംഘടനയെ ഏറ്റെടുക്കണം എന്നാണ് ഞങ്ങൾക്ക് വിനീതമായി പറഞ്ഞത്. ഞങ്ങളുടെ എല്ലാവരുടെയും അഭിപ്രായം അതാണ്. ചെറുപ്പക്കാർ വരണം എന്നുള്ളതാണ്. വരും 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 ഞാൻ വരാന്ന് പറഞ്ഞു. അല്ല, ഞങ്ങൾക്ക് അത് അവർക്ക് ഇലക്ഷൻ നിൽക്കാൻ പറ്റും. അവര് വേണമെങ്കിൽ അടുത്ത തവണ വന്ന് ഇലക്ഷൻ അവര് മത്സരിച്ചിരിക്കട്ടെ. ആരും പറയുന്നില്ല ശ്വേത ഇനി അവിടെ വരരുത്, പ്രാഥമിക അംഗത്വമൊന്നും രാജിവെക്കും ഞങ്ങൾ അത് പറഞ്ഞില്ല. BJPയുടെ 2 കോടി രൂപ വഞ്ചിച്ചു ഒരു ആരോപണമാണെന്ന് പറഞ്ഞിട്ട് പറയുകയാണ് ബാബുരാജ്. ഒറ്റ ഓട്ടം. അതെന്തിനാത്? ഞങ്ങളെ ഞെട്ടിപ്പോയി. എന്തിനാണ് ഇതാരും ഒന്നാമത് ഞങ്ങൾ കണ്ടുപോലില്ല. ഓടുന്ന കണ്ടിട്ടാണ് എന്താ സംഭവിച്ചതെന്ന് ചോദിക്കുന്നത്. ഒരുപാട് ബഹളം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, അടി 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 അടി. അപ്പൊ അതിനിടയ്ക്ക് ഇത് എന്തിനാ ഇവര് ഓടിയത്? ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ജനറൽ ബോഡി, ഇവരോട് ഓരോ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. അത് മൈക്കില്ലാതെ ഉറക്കെ ചോദിക്കുകയാണ്. കണക്ക് പറയും, നിങ്ങൾ കണക്ക് ചോദിക്കുമോ, ആ പൈസ എവിടെ പോയി, ഈ പൈസ എവിടെ പോയി എന്ന് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ പുള്ളിക്കാരത്തി ഇറങ്ങി ഒറ്റ ഓട്ടം അവിടെ വരെ പോയി. ആരോ പറഞ്ഞ് തിരിച്ചു വിളിച്ചോണ്ട് വന്നു. അങ്ങനെ അവരെ ആക്ഷേപിക്കരുതായിരുന്നു. അതൊക്കെ വളരെ സങ്കടകരമായ കാഴ്ചയാണ്. അതൊക്കെ ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല. പിന്നെ ബാബുരാജിനെ കുറിച്ച് ആരോപണം പറഞ്ഞിട്ട് ബാബുരാജിന്റെ കാലത്ത് കണക്കിൽ തെറ്റുണ്ടെന്ന് പറഞ്ഞു. അത് ബാബുരാജ് കൃത്യമായി കണക്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ആ സമയത്ത് അവിടെ ഓഫീസ് സ്റ്റാഫായിരുന്ന അപ്പു എന്നൊരു സ്റ്റാഫ് ഉണ്ട്. അയാൾക്ക് ശമ്പളം കൊടുക്കാനുണ്ട്. അയാളെ കുറെ കണക്ക് കൊടുത്തിട്ടില്ല. അയാൾ കൊടുക്കൂല എന്ന് പറഞ്ഞു. ഈ ശമ്പളം കൊടുത്തു കഴിഞ്ഞാൽ അയാൾ ആ കണക്ക് കൊണ്ട് ക്ലിയർ ചെയ്യും. അത് എത്രയോ പ്രാവശ്യം പറഞ്ഞതാണ്. പക്ഷെ അവരിത് കൊടുക്കാൻ തയ്യാറില്ല. ഇവരോട് ചോദിക്കുന്നത്, നിങ്ങളുടെ ബാബുരാജിനെ നോട്ടീസ് അയച്ച് വിളിപ്പിച്ചിട്ടുണ്ടോ? ഇല്ല. ബാബുരാജിനോട് കണക്ക് വെക്കാൻ നോട്ടീസ് അയച്ചോ? ഇല്ല. നിങ്ങൾ അപ്പുവിന്റെ ശമ്പളം കൊടുത്തോ? ഇല്ല. നിങ്ങൾ എന്ത് ചോദിച്ചാലും ഈ ഒരു റെഡ് ടേപ്പിസോ ഒന്നും നടന്നില്ല എന്നുള്ള ഉത്തരവാണ്. മനസ്സിലായില്ലേ? ഈ പിടിപ്പുകേട്, ജോയ് മാത്യുവിന്റെ തന്നെ വാക്കിൽ പറഞ്ഞാൽ പിടിപ്പുകേട്, കഴിവില്ലായ്മ, ഈഗോ, തമ്മിൽ കുത്ത്, ഇത് ചെളിവാരിയറിയൽ, ഇതിനൊന്നും അല്ലല്ലോ നമ്മൾ അവിടെ ഇരുത്തിയിരുന്നത്. വ്യക്തിപരമായി ഒരാളെ കാണുമ്പോൾ തന്നെ ഈ സ്ത്രീ ഉണ്ടല്ലോ, ഇവരിങ്ങനെയാണ്. നമ്മൾ കണക്ക് ചോദിക്കാൻ പറയാം ഈ സ്ത്രീ വളരെ മോശമാണ്. അങ്ങനെ അതെന്താണത് മനസ്സിലാവുന്നില്ല. അങ്ങനെയൊന്നും അല്ല ഒരു പ്രസിഡന്റ് പെരുമാറേണ്ടത്. വളരെ അപക്വമായിട്ടാണ് ഇറങ്ങി ഓടിയതും രാജിവെക്കുന്നതെന്ന് പറഞ്ഞതും. പക്വതയുള്ള ഒരു പ്രസിഡന്റിനെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ശ്വേതയിൽ നിന്ന് തീർച്ചയായിട്ടും ഞങ്ങൾ അതാണ് പ്രതീക്ഷിച്ചത്. അറിയില്ല ഞങ്ങൾക്കറിയില്ല. അത് അങ്ങനെയുള്ള ഞങ്ങൾക്ക് ഇത് ഭാവി പരിപാടി. ഞങ്ങളെ ഈ അമ്മ എന്ന് പറയുന്ന സംഘടനയില് ഇപ്പൊ വേണു മച്ചാട് എന്ന് പറയുന്ന വ്യക്തി ഇന്ന് രാവിലെയും കൂടെ പറഞ്ഞു, ചേച്ചി ഇത് ഞങ്ങൾക്ക് ഇതാണ് ഞങ്ങളുടെ ആശ്രയം, നിൽക്കാതെ നോക്കണം. ഞങ്ങൾക്ക് ഇപ്പോഴും പ്രസിഡന്റായ ശ്വേതയോടും അവരുടെ ഗ്രൂപ്പിലുള്ളവരോടും ഉള്ള അപേക്ഷ,
നിങ്ങളുടെ ഈഗോയ്ക്കും നിങ്ങളുടെ ജയത്തിനും വേണ്ടി നിങ്ങൾ നിൽക്കാതെ ഇത് അടുത്ത ഇലക്ഷനിലേക്ക് പോകട്ടെ, എന്നിട്ട് നിങ്ങൾ തന്നെ മത്സരിച്ച് ജയിക്കാൻ പറ്റുമെങ്കിൽ ജയിച്ചു വരുമെന്നാണ് അപേക്ഷയാണ്. കൈനീട്ടം ലഭിക്കുന്ന ഒരുപാട് സഞ്ജീവനി പദ്ധതി ഞങ്ങളുടെ വിഷയം അതാണ്. ഞങ്ങളുടെ വിഷയം അതാണ്. ഈ സംഘടന പ്രതിസന്ധിയിൽ കൊണ്ട് നിർത്തരുതെന്ന് ഞങ്ങൾ അവരോട് അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ വിഷയം അതാണ്. ഞങ്ങളുടെ വിഷയം തൽക്കാലം ഈ തർക്കങ്ങൾ ഇവിടെ വെച്ച് നിർത്തിയിട്ട് ദയവ് ചെയ്ത് ഇലക്ഷനിലേക്ക് പോകും. അവിടെ നിങ്ങളുടെ തന്നെ പാനൽ മത്സരിച്ച് ജയിച്ചു വരും. വീണ്ടും അമ്മയിൽ ജയിക്കാൻ പ്രൂവ് ചെയ്യാമല്ലോ. അവർ മത്സരിക്കട്ടെ, അവർ മത്സരിച്ചോട്ടെ.